തിരുവനന്തപുരത്ത് മഴ വലിയ തോതിലില്ല, ഇടപെട്ടുള്ള മഴ മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായ പ്രശ്നങ്ങൾ എങ്ങും മലയോര മേഖലയിലൊന്നും തന്നെയില്ല. കാലവർഷം തുടങ്ങിയ സമയത്ത് പലയിടത്തും, പ്രത്യേകിച്ച് മലയോര മേഖലകളിലെല്ലാം നമ്മൾ കണ്ടത് മരങ്ങൾ കടപുഴകി വീണും മരങ്ങൾ ഒടിഞ്ഞു വീണും വീടിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടുവെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ കാര്യമായ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. വെള്ളക്കെട്ട് വലിയ തോതിലില്ല. പക്ഷേ ഏറ്റവും വലിയ ആശങ്ക തുടരുന്നത് തീരപ്രദേശത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. ഏതാണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ ഈ കാണുന്ന വീട്ടിൽ ആൾ താമസമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ ഒരു കാരണവശാലും താമസിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. നമുക്ക് ആ വീടിൻ്റെ അടിഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ തിര വന്ന് ആ അടിഭാഗത്തെ മണൽ മുഴുവൻ കൊണ്ടുപോയ അവസ്ഥയിലാണ്, ഒരു അപകടാവസ്ഥയിലാണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നതെന്ന് പറയാം. ഇതിന് തൊട്ട് സമീപത്തെല്ലാം തന്നെ നേരത്തെ വീടുകളുണ്ടായിരുന്നു, അതെല്ലാം കടൽക്ഷോഭത്തിൽ പോയതാണ്. ഈ കാണുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു വീടിൻ്റെ കിണറാണ് കാണുന്നത്. അപ്പോൾ അതീവ ഗൗരവതരമാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഈ വീട്ടിലേക്കൊന്ന് കടന്നു വരണമെങ്കിൽ പോലും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് അകത്ത് പൊള്ളയായ ഒരു സ്ഥിതിയുണ്ട്. കാരണം ഇവിടുത്തെ മണലെല്ലാം പോയ അവസ്ഥയിലാണ്. ഈ വീട്ടിൻ്റെ ഉടമ സാജൻ ജോസഫ്, ഇദ്ദേഹം ഈ വീട്ടിൽ നിന്നും മാറി ഇപ്പോൾ ഈ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ചായ്പ് എന്ന് പറയാം, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച സ്ഥലത്താണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. ഈ വീട്ടിൻ്റെ ഉടമയും അതോടൊപ്പം തന്നെ ഭാര്യയും 2 പെൺമക്കളുമാണ് ഇവിടെ ഉള്ളത്. ആ 2 പെൺമക്കളും സമീപത്തെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറി അവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നത് ഇവിടെയാണ്. ഇപ്പോൾ നിലവിൽ അവർ ഇല്ല, ഈ സമീപത്ത് വരെ പോയിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലത്താണ് അവർ കിടന്നുറങ്ങുന്നത്. അവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ മഴ നനഞ്ഞ അവസ്ഥയിലാണ്, വെള്ളം കയറിയ അവസ്ഥയിലാണ് ഈ വീട് ഇപ്പോൾ നിൽക്കുന്നത്. ചേട്ടാ, ഇതിപ്പം എത്ര ദിവസമായിട്ട് ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്? ഇവരെന്നാ ഇത് തുടങ്ങിയിട്ട് 2 ആഴ്ചയിൽ കൂടുതലായി ഇപ്പം ഈ പ്രശ്നം ഉണ്ടായിട്ട്. അപ്പം അവരിപ്പം അവരുടെ വേറൊരു വീട്ടിലോട്ട് മാറിയിട്ടുണ്ട്. അവരിപ്പം താമസിക്കുന്നത് ഇവിടെയാണ്. അവർ ഭാര്യയും ഭർത്താവും കഴിയുന്നത് ഇവിടെ, കുഞ്ഞുമക്കളെ മാത്രം അങ്ങോട്ട് മാറ്റിയിരിക്കും. 2 ആഴ്ചയായി ഈ പ്രശ്നം ഇവിടെ ഉണ്ട്. ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്? അതെ, 2 ആഴ്ചയ്ക്ക് മുന്നേ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. ഇതാണ് ഈ തീരപ്രദേശത്ത്, പ്രത്യേകിച്ചും ഈ കൊച്ചുതോപ്പ് ഭാഗത്തെ ഒരു സ്ഥിതി ഇതാണ്. ഇവിടെ നേരത്തെ കല്ലടുക്കിയിരുന്നുവെങ്കിൽ ഈ കാണുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ആയിരുന്നില്ല. ഏതാണ്ട് 100 മീറ്റർ ഭാഗത്ത് മാത്രം കല്ലടുക്കിയാൽ മതി, അവിടെ വരെ ഉണ്ട്. ഏതാണ്ട് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം വരെ കല്ല് നേരത്തെ അടുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ വീടുകളെല്ലാം സുരക്ഷിതമാണ്. ഇവിടെ ഈ ഒരു 100 മീറ്റർ ഭാഗത്ത് കല്ലടുക്കാത്തതാണ് പ്രശ്നം. ഈ സമീപത്തെല്ലാം തന്നെ വീടുകളുണ്ട്. താരതമ്യേന ഒരു പുതിയ വീടുകളൊക്കെ സമീപത്തുണ്ട്. അതെല്ലാം തന്നെ ഒരു നാശത്തിൻ്റെ വക്കിലാണ്. ഇവിടെ കല്ലടുക്കി ഈ തീരം സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതുപോലെ ഒരു വീട് കെട്ടി ഉയർത്തി ഇത്രയുമൊക്കെ ആക്കണമെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എടുക്കുന്ന ഒരു അധ്വാനം, അതിന് വേണ്ടി വരുന്നൊരു ചിലവൊക്കെ അറിയാം. ഇനി അത്തരത്തിലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തീരം സംരക്ഷിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഈ വീട് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. സ്റ്റെഫിൻ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, അത് മുഴുവൻ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വീടുകളൊക്കെ തകർച്ചയുടെ വക്കിൽ തന്നെയാണ്. തൊട്ടടുത്താണ് ഈ കല്ലും മണ്ണും ഒക്കെ ഇടിഞ്ഞു കിടക്കുന്ന കാഴ്ച നമുക്ക് കാണുന്നത്. പല വീടുകളും തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകളൊക്കെ അവിടെ ചായ്പ കെട്ടിയും മറ്റുമൊക്കെയാണ് താമസിക്കുന്നതായാലും ഈ ഒരു മഴക്കാലത്ത് മഴക്കെടുതികളും രൂക്ഷമാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റുമുണ്ട്. പലയിടത്തും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. റോഡുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. എന്തായാലും 5 ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെ റെഡ് അലേർട്ടാണ് ഉള്ളത്. മഴ ശക്തമാണ്. ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. റോഡിലൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു അവസ്ഥയിലാണുള്ളത്. മഴ ചെറിയൊരു മഴ പെയ്താലും ഇവിടെ മാക്സിമം 4-5 മണിക്കൂർ ഈ വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കും. ഈ വെള്ളം ഈ വണ്ടികൾ കയറി ആ എഞ്ചിൻ്റെ ചൂട് തട്ടിയിട്ട് തന്നെ പോകണം. അല്ലാതെ ഇതിന് വേറെ പിന്നെ ഒന്നും യാതൊന്നുമില്ല. മാനാഞ്ചിറ മൈതാനത്തിൻ്റെ സൈഡിലുള്ള ചാല് കഴിഞ്ഞ വർഷം പുതുക്കി പണിതിട്ടുള്ളതാണ്. ഇതിൻ്റെ 4 ഭാഗവും പുതുക്കി പണിതിട്ടുള്ളതാണ്. പക്ഷേ 1 ഇഞ്ച് പോലും വെള്ളം പോകുന്നില്ല, ഇതിന് ഓവിട്ടിട്ടില്ല. ഈ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. ഈ മഴയത്തും ചളിയിൽ നിന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് അരി വാങ്ങിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പാട് മുഴുവൻ ചെയ്യുന്നത്. പക്ഷേ അവർ കണ്ടില്ല നടിച്ച് പോവുകയാണത്.